സേവാഭാരതി ഇടുക്കി ജില്ലാ പ്രതിനിധി സമ്മേളനം കട്ടപ്പനയിൽ നടന്നു. കട്ടപ്പന സരസ്വതി വിദ്യാപീഠം സ്കൂളിലാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. പ്രതിനിധി സമ്മേളനം ഡോക്ടർ റോബിൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മാനവസേവ മാധവസേവ എന്ന ആപ്തവാക്യത്തിൽ ഉറച്ചുനിന്ന് പ്രവർത്തിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാമൂഹ്യ പ്രസ്ഥാനമായ സേവാഭാരതി കഴിഞ്ഞ 4 നൂറ്റാണ്ടായി ചെയ്ത സേവന പ്രവർത്തനങ്ങൾ കൊണ്ടാണ് മുഴുവൻ ജനമനസ്സിലും ചിരപ്രതിഷ്ഠ നേടിയിട്ടുള്ളത്. ദേശീയ സേവാഭാരതി കേരളത്തിന്റെ കീഴിൽ ഏതാണ്ട് 1000-ലധികം യൂണിറ്റുകളാണ് വിവിധ രംഗങ്ങളിൽ അങ്ങോളം ഇങ്ങോളം പ്രവർത്തിച്ചു വരുന്നത്. ഇടുക്കി ജില്ലയിൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ യൂണിറ്റുകളിലെയും ഭാരവാഹികൾ പങ്കെടുത്ത പ്രതിനിധി സമ്മേളനമാണ് സംഘടിപ്പിച്ചത്. കട്ടപ്പന സരസ്വതി വിദ്യാപീഠ സ്കൂളിൽ സംഘടിപ്പിച്ച വാർഷിക പ്രതിനിധി സമ്മേളനം ഡോക്ടർ റോബിൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. വോളണ്ടിയേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നത് ഡെമോക്രാറ്റിക് സിസ്റ്റത്തിന്റെ സർവൈവലിന് വേണ്ടി വളരെ വൈറ്റൽ, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിട്ട് കാര്യമില്ല. വളരെ വൈറ്റലാണ് നമ്മൾ ഗുഡ് പീപ്പിളിനെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിലേക്കും സോഷ്യൽ സിസ്റ്റത്തിലേക്കും നമ്മൾ കൊണ്ടുവരണം, എൻകറേജ് ചെയ്യണം. നമ്മൾ സിവിസിസം ആണ് പകർത്തുന്നത് എന്ന് വെച്ചാൽ അതിലേക്കൊന്നും പോകരുത്, സൊസൈറ്റിയിലേക്ക് പോകരുത്, സ്വന്തം കാര്യം മാത്രം നോക്കാവൂ. അങ്ങനെയാണ് പേരൻസ് പിള്ളേരോട് പറയുന്നത്. അങ്ങനെ അതുകൊണ്ടാണ് VK ഷാജി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. PG സന്തോഷ് കുമാർ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ദേശീയ സേവാഭാരതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ P നാരായണൻ, ദേശീയ സേവാഭാരതി സംസ്ഥാന സെക്രട്ടറി KV രാജീവ്, ജോസഫ്, മഞ്ജു, സതീഷ്, MB ജയൻ എന്നിവർ സംസാരിച്ചു. ദില്ലിയിലെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.